പശ്ചിമേഷ്യ ഇപ്പോൾ വളരെ ശാന്തമല്ല. കാരണം അവിടെ നിരന്തരം യുദ്ധങ്ങൾ നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമോ? ഇറാനെ ഇസ്രയേൽ ആക്രമിക്കാൻ നല്ല സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. അവർ വെറുതെ പറയുകയല്ല. ഇപ്പോൾ നമുക്കറിയാം, ട്രംപ് ഇറാനുമായിട്ട് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാനോട് സംസാരിക്കാം, ഇറാൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് ട്രംപ് രംഗത്ത് വരുന്നുണ്ട്. ഇറാനുമായിട്ട് ചില വ്യാപാര കരാറുകളിൽ പോലും അമേരിക്ക ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. ഇത് വലിയ തോതിൽ ഇസ്രയേലിനൊരു ഭീഷണിയാണ്. അമേരിക്ക ഇറാനുമായിട്ട് അടുക്കുന്നത് ഇസ്രയേൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ട്രംപിൻ്റെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് തന്നെ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളും ആണവ ഈ പറയുന്ന സമാധാന ആവശ്യങ്ങൾക്ക് ആണവശക്തി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ട്രംപ് ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. അത് തന്നെ ഇസ്രയേലിനൊരു വലിയ വെല്ലുവിളിയാണ്. ഇസ്രയേൽ അതിൻ്റെ പുറകിൽ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട് എന്നാണ് ഇസ്രയേലിൻ്റെ വാദം. അതൊരർത്ഥത്തിൽ ശരിയുമാണ്. കാരണം ഇറാനെ പോലൊരു രാജ്യത്തിൻ്റെ കൈവശം ആണവ ശക്തി, ആണവ ഊർജം ഒക്കെ കിട്ടുന്നത് അപകടം ചെയ്യും. ഏത് സമയത്തും അവർ അതെടുത്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ ഇവർക്കൊക്കെ ആയുധങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത് ഇറാനാണ്. ഈ മൂന്ന് ഇസ്ലാമിക ഭീകര സംഘടനകളെയും അതുപോലെ ബ്രദർഹുഡ് എന്ന ഇസ്ലാമിക കൂട്ടായ്മയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകര കൂട്ടായ്മയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണ്. ഇറാൻ വലിയ തോതിൽ ആളും അർത്ഥവും ആയുധവും കൊടുത്ത് ഇവരെയൊക്കെ പോറ്റി വളർത്തുകയാണ്. ഇത് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് ഇസ്രയേലിന് തന്നെയാണ്. അത് ഇസ്രയേലിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഒരു വശത്ത് ഇറാനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇസ്രയേൽ തങ്ങളുടെ വരുതിക്ക് നിൽക്കും എന്നും അമേരിക്കയും ട്രംപും കണക്കുകൂട്ടുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ പശ്ചിമേഷ്യയിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ശാന്തി അല്ലെങ്കിൽ അശാന്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തെ വിലയിരുത്തേണ്ടത്. ഇവിടെ വളരെ കൃത്യമാണ്, ഇസ്രയേൽ ഈ ചർച്ച, അമേരിക്ക ഇറാൻ ചർച്ച, പ്രത്യേകിച്ചും ആണവായുധങ്ങളുടെ കാരണം ഒരു 6-7 മാസം മുൻപ് ഇറാനിലേക്ക് ഉള്ളിലേക്ക് കടന്ന ഇസ്രയേലിന്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് വലിയ തിരിച്ചടി നൽകാൻ ഇറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഇറാന്റെ തിരിച്ചടി? ഇറാന് തിരിച്ചടി വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്കയോ റഷ്യയോ ഒക്കെ സഹായിക്കാതെ ഇറാൻ ഒരിക്കലും ഇസ്രയേലിന് നേരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇസ്രയേലിൻ്റെ മുന്നിൽ വെറും ഈ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ഇറാൻ. ഇറാൻ്റെ കൈവശം ആണവായുധമുണ്ട് അല്ലെങ്കിൽ ആണവോർജം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും ഇസ്രയേലിനെ അല്ലെങ്കിൽ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി. അല്ലാത്ത പക്ഷം ഈ ഇറാൻ ഒരു 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 ഭീകര സംഘടനയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയ ഒരു രാഷ്ട്രമായിട്ടാണ് ഇറാനെ പൊതുവെ ഇസ്രായേൽ വിലയിരുത്തുന്നത്. ഇവിടെ നമുക്ക് അറിയാം, ഈ പറയുന്നത് പോലെ ചർച്ച മുന്നോട്ട് പോയാൽ, അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയുണ്ടായാൽ അത് ഇസ്രയേലിന് വലിയ ദോഷം ചെയ്യും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ചർച്ച നടക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ ഒരു പക്ഷേ ഇറാൻ്റെ ഈ രാജ്യത്തിനകത്ത് ഉൾപ്രദേശങ്ങളിൽ കയറി ആക്രമിച്ച് അവരുടെ ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കും എന്നാണ് ഒരു സൂചന. ആ ഒരു വിലയിരുത്തലാണ് അമേരിക്കൻ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളും ഈ വാർത്ത അവരിൽ നിന്ന് ക്യാരി ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിവരം ഇന്ത്യൻ മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. പലപ്പോഴും ഈ പശ്ചിമേഷ്യയിലെ പല പ്രശ്നങ്ങളും മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്നത് ഈ അമേരിക്കൻ മാധ്യമങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പല യുദ്ധമുഖങ്ങൾ തുറന്നിട്ട് ഇസ്രയേലിന് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഇസ്രയേലിന് പിടിച്ചു നിൽക്കാമോ കഴിയും എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, അത് തകർക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ ഇറാന് പിന്നീട് സാധ്യമാകാതെ വരും, അല്ലെങ്കിൽ ആ ആണവ ശക്തിയെ ഉപയോഗിക്കാൻ സാധ്യമാകാതെ വരും. ഇസ്രയേലിൻ്റെയും ലക്ഷ്യം അതാണ്. വളരെ കൃത്യമായിട്ട് ഇറാനെ ആക്രമിക്കുക, അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, അത് തച്ച് തകർക്കുക. അതിലൂടെ ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണി താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അത്രയും കാലത്തേക്കെങ്കിലും അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്
ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇസ്രായേൽ വിജയിക്കും എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ അത്യന്താധുനികമായ യുദ്ധോപകരണങ്ങളുണ്ട്, ഫൈറ്റർ ജെറ്റുകളുണ്ട്, മിസൈലുകളുണ്ട്. കൃത്യമായിട്ട് ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. ഇത് അമേരിക്കയ്ക്കും അറിയാം, ഇറാനും അറിയാം, പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കറിയാം, റഷ്യയ്ക്കറിയാം, ഇന്ത്യക്കറിയാം, എല്ലാവർക്കും ഇതറിയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇസ്രായേൽ ഇക്കാര്യത്തിൽ യാതൊരു കരുണയും കാണിക്കില്ല, ഒരു ദയയും കാണിക്കില്ല. മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇറാനിലെ സാധാരണ പൗരന്മാരോടല്ല യുദ്ധം ചെയ്യുന്ന, നിങ്ങളെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടുന്ന, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന, നിങ്ങളെ അടിച്ചമർത്തുന്ന ഇവിടുത്തെ മതപുരോഹിത ഭരണകൂടത്തിനെതിരെയാണ് ഞങ്ങളുടെ യുദ്ധം, അവരെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് നെതന്യാഹു മുമ്പ് പറഞ്ഞിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അത് സംബന്ധിച്ച് നെതന്യാഹുവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അത് വലിയ വൈറലായിരുന്നു. ഇറാൻ വല്ലാതെ ഭയന്നു. മാത്രമല്ല, ഇറാന് കൊടുക്കുന്ന പല തിരിച്ചടികളും, ഇസ്രായേൽ നൽകുന്ന പല തിരിച്ചടികളും ഇറാന് പുറത്ത് കഴിയുന്ന പല വിദേശ രാജ്യങ്ങളിലും താമസിക്കുന്ന ഇറാനികൾക്ക് അത് വലിയ പ്രതീക്ഷ നൽകുന്നു, അവർക്ക് വലിയ സന്തോഷം നൽകുന്നു. കാരണം അവർ ഇറാനിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ മത പുരോഹിത ഭരണകൂടം, ഈ ഭീകരന്മാരുടെ കയ്യിൽ അമർന്നിരിക്കുന്ന ആ രാജ്യം, മതഭീകരതയ്ക്ക് വെള്ളവും വളവും കൊടുക്കുന്ന ആ രാജ്യം, ഈ മത നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആ രാജ്യം, അതാണ് അവരെ ചിന്തിപ്പിക്കുന്നത്, അവരെ പിന്നോട്ടടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ പല വിദേശ രാജ്യങ്ങളിലും കഴിയുന്ന ഇറാനികൾ മടങ്ങി ഇറാനിലേക്ക് പോയേനെ. ഇറാന് ആപത്തുണ്ടായപ്പോൾ, ഇസ്രായേലിൻ്റെ അടി കിട്ടിയപ്പോൾ അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ തെരുവുകളിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനെ അങ്ങോട്ട് ചെന്ന് അടിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുക, അവരുടെ ആണവ കേന്ദ്രങ്ങൾ, രഹസ്യ ആണവ കേന്ദ്രങ്ങൾ തച്ചു തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സമയത്ത് കണ്ടിരുന്നു. ഈ പാകിസ്ഥാന് പിന്തുണയുമായി തുർക്കി അടക്കമുള്ള, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കാൻ ഏതെല്ലാം രാജ്യങ്ങൾ വരും? ഇറാനെ പിന്തുണയ്ക്കാൻ നിലവിൽ ഈ പറയുന്നത് പോലെ തുർക്കിയോ അല്ലെങ്കിൽ സൗദി അറേബ്യയോ ഒന്നും തയ്യാറല്ല. അവർ ഇതുവരെ ഇറാനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ ഇറാനെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഇരവാദം മുഴക്കും ഇവരെല്ലാവരും. പക്ഷേ ഇറാന് ശക്തമായൊരു പിന്തുണ കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ തുടരും എന്നാണ്. ഖത്തറാണ് ഇറാനോട് ഒരല്പം മയത്തിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ ഇറാനോട് ഒരു മധ്യസ്ഥതയ്ക്ക് പോകുന്നത് ഖത്തർ ആണ്. അതിന് കാരണം ഈ ഇറാൻ എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ്. സൗദി സുന്നികൾക്കും വഹാബികൾക്കുമൊക്കെയാണ് അവിടെ വലിയ പ്രാധാന്യവും, അവർക്കാണ് മേൽക്കൈയും. അതുകൊണ്ട് തന്നെ ഈ ഷിയ സുന്നി പോര് വളരെ ശക്തമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയോ അല്ലെങ്കിൽ സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന GCCയിലെ മറ്റു രാഷ്ട്രങ്ങളോ ഇറാനെ പിന്തുണയ്ക്കാൻ ചെല്ലില്ല എന്ന് നമുക്കറിയാം. നേരത്തെയും അതങ്ങനെ തന്നെയായിരുന്നു. ഈ ഷിയ സുന്നി പോര് വളരെ കടുത്തതാണ്. മതപരമായ ഒരു വിഭാഗീയത അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറാന് വിചാരിച്ച പോലെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പിന്തുണ മുമ്പും കിട്ടിയിട്ടില്ല, ഇനിയും അത് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഈ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് തങ്ങൾക്ക് നേരെ ഉയരാൻ സാധ്യതയുള്ളൊരു ഭീഷണിയെ വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഭീഷണി ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ തുനിയുന്നത്. അവർ കൃത്യമായിട്ടും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, രഹസ്യ ആണവ കേന്ദ്രങ്ങൾ അവർക്കറിയാം എവിടെയൊക്കെ ആണ് എന്ന്. ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പാകിസ്ഥാനിലെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തല്ലോ. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് തകർത്തത്. വെറും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളത് തകർത്തത്. എന്നാൽ ഇങ്ങോട്ട് വന്നതിനെ എല്ലാം നിലംപരിശാക്കുകയും ചെയ്തു. അതുപോലെ അതേ കഴിവ് ഇസ്രായേലിനുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ അവരുടെ രാജ്യത്തിരുന്നു കൊണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തകർക്കും എന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുന്ന വിവരം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരു വലിയ അശാന്തിയിലേക്ക് പോകാതെ ഈ ഇറാൻ, ഇസ്രായേൽ, പാലസ്തീൻ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അമേരിക്കയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നതെങ്കിൽ ഇവരെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചേക്കും എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതുണ്ട്. വളരെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് ലോകം. ഇസ്രായേൽ എന്തും ചെയ്യും,
കാരണം ഇസ്രയേലിൻ്റെ സ്വഭാവം അതാണ്, അവർക്ക് അതിനുള്ള കരുത്തുമുണ്ട്. ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക്.